മന്ത്രി കെ.പി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായാണ് ഭാര്യ ബിന്ദു മേനോൻ രംഗത്തെത്തിയത്. കാണാൻ കഴിയാത്ത രീതിയിൽ വാളകത്തെ വീട്ടിൽ മന്ത്രിയെ കണ്ടെന്നും ഫോട്ടോ ഉൾപ്പെടെ തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്നുമാണ് ബിന്ദു മേനോന്റെ തുറന്നു പറച്ചിൽ. താൻ വിളിച്ചതിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഇടപെട്ടില്ല. മുൻപ് തന്നെ ഉപദ്രവിച്ചിരുന്നുവെന്നും തനിക്ക് സംശയരോഗമെന്ന് പ്രചരിപ്പിച്ചെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. എന്നാൽ ആരോപണം തള്ളി മന്ത്രി രംഗത്തെത്തി. ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമെന്നും തനിക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെയാണ് ശത്രുക്കളെന്നും കെ.പി. ഗണേഷ് കുമാർ മറുപടി നൽകി. ഒന്നല്ല 1000 പ്രണയങ്ങൾ തനിക്കുണ്ടെന്നും കെ.പി. ഗണേഷ് കുമാർ പറഞ്ഞു. വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത് പൈസ കൊടുത്ത് രാഷ്ട്രീയം, ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണത്. അതിനകത്ത് BJPയും പങ്കാളിയാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെയേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എനിക്കെപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ, വെളിയിൽ നിന്ന് ആരും വരാറില്ല. അതിനിടെ കെ.പി. ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷിതത്വമുണ്ടോ? ഈ നാട് ഇതേ ഗണേഷ് കുമാറിന്റെ രാജി UDF ഗവൺമെന്റ് കാലത്ത് വാങ്ങിയതും ഉമ്മൻചാണ്ടി വാങ്ങിച്ചത് ഇപ്പൊ എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ സ്വന്തം ഭാര്യ വെളിപ്പെടുത്തിയ വസ്തുതകൾ കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിലുണ്ട്. ഈ മന്ത്രിയെ ഇനി മന്ത്രിസഭയിൽ വെച്ചുകൊണ്ട് പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എത്രയും പെട്ടെന്ന് രാജി വാങ്ങണം, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം. ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ MP ആവശ്യപ്പെട്ടു. മന്ത്രി ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ ഇതിനു മുൻപും നിരവധി കാര്യങ്ങൾ നമ്മൾ ലജ്ജയോടെ കേരളം കണ്ടിട്ടുണ്ട്, തല കുനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, മന്ത്രി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം. ഈ പറഞ്ഞ പരാതിയിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. മന്ത്രിക്കും സ്റ്റാഫിനുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് KSU DGPക്ക് പരാതി നൽകുകയും ചെയ്തു. വിശദാംശങ്ങളുമായി R. ശ്രീജിത്ത്, സൂര്യഗായത്രി, ഒപ്പം തന്നെ ഷാരിഖ് നവാസ് വിശദാംശങ്ങളുമായുണ്ട്. ആദ്യം പോകുന്നത് R. ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഓർമ്മ ഏതാണ്ട് ഒരു 10-22 വർഷം മുൻപുള്ള ആ സംഭവത്തിലേക്ക് പോവുകയാണ്. അന്നും നമ്മളൊക്കെ ഇതുപോലെ മാധ്യമപ്രവർത്തകരായി ജോലി ചെയ്തിരുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നടത്തിയ ഒരു പ്രതികരണം, വെളിപ്പെടുത്തൽ, അത് അങ്ങേയറ്റം ഗുരുതര സ്വഭാവത്തിലുള്ളതായിരുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് സംഭവിച്ചത് എന്തെന്ന് നമുക്കറിയാം. ബിജു രാധാകൃഷ്ണൻ അദ്ദേഹത്തെ വന്ന് രഹസ്യമായി കണ്ടു എന്നൊക്കെയുള്ളത് അത് വലിയ വിവാദമായി മാറുന്നു. പിന്നീട് അദ്ദേഹത്തിന് മന്ത്രി പദവിയിൽ നിന്ന് മാറേണ്ടി വരുന്ന സാഹചര്യം. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുത്ത പരാതിയുമായി എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിട്ടുള്ളത്. നിയമപരമായി പോകുന്നില്ല എന്ന് പറയുമ്പോൾ പോലും അതിൽ പ്രതിപക്ഷത്തിന് ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ കാര്യങ്ങളുണ്ട്. അനുജ, ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടുയർന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും മറ്റുമുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദം ശരിവെച്ചാൽ തന്നെ അവിടെ ഒരു ക്രിമിനൽ ഒഫൻസിൻ്റെതായ പ്രശ്നമുണ്ട് എന്നാണ് പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ കയ്യേറ്റം ചെയ്തു, അവരെ തടസ്സപ്പെടുത്തി, അത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് മന്ത്രിയുടെ ഭാര്യ ഉന്നയിക്കുന്ന പ്രശ്നം. അതാണ് ഇവിടുത്തെ ഏറ്റവും കാതലായ ഒരു വിഷയമായി മാറുന്നത്. അദ്ദേഹത്തിന് കുടുംബ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി പ്രണയങ്ങളുണ്ടോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കയ്യേറ്റം ചെയ്യുന്നതടക്കമുള്ള അവരുടെ പരാതിയാണ്. അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളതെന്ന ചോദ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നു. സ്ത്രീ സുരക്ഷയെപ്പറ്റി വാദോരാതെ സംസാരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആളുകൾ എന്ത് വിഷയത്തിൽ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സർക്കാരിനും LDFനും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തേണ്ടി വരും. അതിനുള്ള നിർബന്ധിതമായ സാഹചര്യം ഉരുത്തിരിയുകയാണ്. കാരണം നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും സമാനമായ ചില പ്രശ്നങ്ങളിൽ ഗണേഷ് കുമാറിനോട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജി ചോദിച്ചു വാങ്ങിയിരുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യമാണോ ഇപ്പോഴും ഉണ്ടാകുന്നത്? അന്നത്തേതിന് സമാനമായ ഒരു നടപടിയിലേക്ക് പോകണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്തായാലും വ്യക്തിപരമായ വിഷയങ്ങൾ മാറ്റി നിർത്തിയാലും അവിടെ ക്രിമിനൽ ഒഫൻസുമായി ബന്ധപ്പെട്ട സ്ത്രീയുടെ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നു. അതിനാണ് സർക്കാർ ഉത്തരം പറയേണ്ടത്. അനുജ, ശ്രീജിത്ത് തുടരുക. ഞാൻ ഷാരിഖ് നവാസിലേക്ക് പോയിട്ട് മടങ്ങിയെത്താം. ഷാരിഖ്, ഇപ്പോൾ പാലക്കാട്ടാണ് ബിന്ദു മേനോൻ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പ്രതികരണങ്ങളില്ല എന്നാണോ അവർ അറിയിച്ചിട്ടുള്ളത്? നിയമപരമായി നീങ്ങുന്നില്ല എന്ന് നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ട്.
അനുജ, പാലക്കാട് നഗരത്തിലുള്ള വീട്ടിലാണ് ഇപ്പോൾ അവർ ഉള്ളത്. മാനസികമായി ഒരു മാനസികാരോഗ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാൻ ഇപ്പോൾ മാനസികാരോഗ്യം ഇല്ല എന്നാണ് നമ്മളോട് അവർ അറിയിച്ചത്. ബിന്ദു മേനോന്റെ കുടുംബമാണ് ഈ കാര്യം നമ്മളോട് വീട്ടിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. മാനസികമായി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാനുള്ള ഒരു ആരോഗ്യം അവർക്കില്ല എന്ന് പറഞ്ഞു. മാത്രവുമല്ല, നിയമ നടപടി വരും ദിവസങ്ങളിൽ ആലോചിച്ച് തീരുമാനിക്കുമെന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ മാധ്യമങ്ങളെ കണ്ടേക്കാം, പക്ഷേ ഇപ്പോൾ നിലവിൽ പ്രതികരിക്കുന്നില്ല എന്ന് തന്നെ അവർ തീർത്ത് പറയുകയുണ്ടായി. ഇപ്പോൾ അവർ പാലക്കാട് നഗരത്തിൽ തന്നെ ഉള്ള ഒരു വീട്ടിൽ വിശ്രമത്തിലാണ്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.